വേങ്ങോട് LPSൽ നടന്ന ചടങ്ങിൽ ഭൂമിക ഡിജിറ്റൽ MD E ജയദേവൻ ഇലകമൺ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി പുതിയ ഒരു പദ്ധതി സമർപ്പിച്ചു. മാസം ഒരു ചുരുങ്ങിയ ചെലവിലുള്ള പദ്ധതിയാണ് സമർപ്പിച്ചത്. ഇന്നുവരെ കേരളത്തിൽ ഒരു കേബിൾ TV MSOകളും നൽകാത്തതാണ് ഭൂമിക ഡിജിറ്റൽ നൽകുന്നത്. ഇതിനു പുറമെ വിയോൺ ബ്രോഡ്ബാൻഡ് LP സ്കൂളിന് വേണ്ടി ഒരു വർഷത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് സമർപ്പിച്ചു. ഭൂമിക MD E ജയദേവനും ഉത്രാടം കേബിൾ നെറ്റ്വർക്ക് MD ദീപുവും ചേർന്ന് ചികിത്സാ ധനസഹായവും കൈമാറി. ഇതിനു പുറമെ പുതിയ പദ്ധതികൾ ഭൂമിക വരിക്കാർക്ക് ഉടൻ ലഭിക്കുന്നതാണ് എന്ന് MD E ജയദേവൻ അറിയിച്ചു. ഈ സ്കൂളിന്റെ HM സീന മാം, ഭൂമികയുടെ ചെയർമാൻ ശ്രീ വിക്ടർ, നാട്ടിലെ സാമൂഹിക പ്രവർത്തകരെ, അമ്മമാരെ, കുഞ്ഞുകുട്ടികളെ, നമ്മൾ ഇന്നിവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച വളരെ നല്ല സന്തോഷകരമായൊരു കാര്യമാണ്. ഞങ്ങളുടെ കേബിൾ TV മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുവാനായിട്ട് ഇവിടുത്തെ കേബിൾ TVക്കാരനായ ദീപു സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു നിശബ്ദ സാമൂഹിക പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒരു ഉടമയാണ് ശ്രീ ദീപു. അത് കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പാണ് ഇതുപോലെ 1-2 കാര്യങ്ങൾ, ഒരു 3-4 മാസം മുമ്പ് എന്നെ ഒരു ദിവസം വിളിക്കുന്നു, അണ്ണ ഒന്ന് ഇവിടം വരെ വരണം, നമുക്കൊരാളെ കാണണം എന്ന്. അപ്പോൾ ഞാനന്ന് തിരുവനന്തപുരത്തോട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ചെറിയ സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. ഭൂമികയും ദീപും കൂടെ കൂടിയിട്ട് ഒരു ഓപ്പറേഷന് പോകാൻ പോകുന്ന, എന്തോ ഒരു ഇത്തിരി സീരിയസ് ആയ ഓപ്പറേഷൻ പോകാൻ പോകുന്ന ആൾക്ക് ഒരു സാമ്പത്തിക സഹായം കൈമാറണമെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അത് കൈമാറി. ആ സുഹൃത്ത് വളരെ സന്തോഷമായി. ഞാൻ അറിഞ്ഞു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പുള്ളി സുഖം പ്രാപിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണ് ദീപുവിനെ ഞാനിങ്ങനെ കണ്ടെത്തുന്നത്. ദീപു ഈ നാട്ടിലെ ഒരു നിശബ്ദ പ്രവർത്തനം നടത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് ചിലപ്പോൾ ഒരു കുറച്ച് മരുന്ന് മേടിക്കാൻ അതിനുമൊക്കെ വളരെ നിശബ്ദമായിട്ടൊരു സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതേപോലെ തന്നെ കൂടുതൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്കെടുത്ത് വയ്ക്കുന്നു. ഇന്ന് എത്ര കിട്ടിയാലും വരാത്ത രീതിയിലാണ് ഇന്നത്തെ സമൂഹം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികം എത്ര കിട്ടിയാലും മതിയാകാത്ത രീതിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു നല്ല മനസ്സ് കാണുമ്പോൾ, ഞാനത് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം, ഒരു മൊട്ടുസൂചി കൊടുത്താൽ മോട്ടോർ കാറിന്റെ വില വരുന്ന രീതിയിൽ പരസ്യം ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു മൊട്ടുസൂചി കൊടുക്കുള്ളൂ, പക്ഷെ വലിയ പരസ്യമായിരിക്കാം. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതി, ഇതൊന്നും ചെയ്യാതെ ദീപ് പോലും വയ്യല്ല ഈ സാമ്പത്തികം കൊടുക്കുന്ന കുട്ടികൾ പോയിട്ടാണ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ ഒന്ന് നമ്മുടെ ഓപ്പറേറ്റർമാരെ അറിയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിനൊരു സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചെറിയ ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിച്ചു. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഇമേജും അല്ലെങ്കിൽ ഒരു റേഞ്ചുമാണ് അതിനകത്ത് നമുക്ക് ഉണ്ടായത്. ഓപ്പറേറ്റർമാർക്കൊക്കെ അതൊരു പ്രചോദനമായി തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, നേരത്തെ മുൻകാലങ്ങളിലും ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുമ്പോൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പം അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ സ്കൂളിലേക്ക് ഒരു സൗണ്ട് സിസ്റ്റം ഇല്ല, അതിൻ്റെ കാര്യത്തിലൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് എന്താണെന്ന് ചെയ്യാം. അതെന്താ കാര്യം വെച്ചാൽ ഒരാളെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സഹായങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ ഉറപ്പുകാർക്ക് പിന്നെ കുറഞ്ഞ നിരക്കിൽ അവരെ സഹായിക്കാനായിട്ട് 185 രൂപയ്ക്ക് കേബിൾ TV സംവിധാനം, 85 രൂപ പ്ലസ് ടാക്സ് ഉൾപ്പെടെയുള്ള കേബിൾ TV സംവിധാനം നൽകുന്നു. ഇതൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനായിട്ട് അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു വ്യഗ്രത ഒരു നാടിന് ഒരു സന്ദേശം നൽകുകയാണ്. ചെയർമാൻ വിക്ടർ, വിയോൺ ബ്രോഡ്ബാൻഡ് MM നൗഫൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. ഭാരത് വിഷൻ, പാരിപ്പള്ളി.